നായിഗാവിലെ ബോട്ട് ജെട്ടിയിൽ നിന്നും പഞ്ചു ദ്വീപിലേക്ക് പോകുന്ന യാത്രാ ബോട്ടിൽ കയറിയിരിക്കുകയാണ് ഞാൻ. ബോട്ട് മറുകരയെ ലക്ഷ്യമാക്കി വൈതർണ നദിയിലൂടെ മെല്ലെ മെല്ലെ നീങ്ങിത്തുടങ്ങി. പ്രസന്നമായ കാലാവസ്ഥ. മോട്ടോർ ഘടിപ്പിച്ച ചെറുവള്ളങ്ങൾ ഉപയോഗിച്ച് മത്സ്യബന്ധനത്തിനായി പോകുന്നവരെ നദിയിൽ അങ്ങിങ്ങായി കാണാം. ശാന്തമായി ഒഴുകുന്ന വൈതർണ നദിയിലൂടെ ഏതാനും മിനിറ്റുകൾ സഞ്ചരിച്ച ശേഷം ബോട്ട് പഞ്ചു ദ്വീപിലെ ബോട്ട് ജെട്ടിയിലേക്ക് അടുത്തു. ബോട്ടിൽ നിന്നും മറ്റു യാത്രക്കാർക്കൊപ്പം ഞാനും ദ്വീപിലേക്ക് ഇറങ്ങി. എനിക്ക് പിന്നിൽ വൈതർണ നദിയിലെ മനോഹരമായ കാഴ്ചകൾ. പഞ്ചു ദ്വീപിന്റെ കരയിലുള്ള ഈ ബോട്ട് ജെട്ടി നായിഗാവിലെ ബോട്ട് ജെട്ടിയേക്കാൾ കുറെ കൂടെ വിസ്തൃതവും അടുത്ത കാലത്ത് നവീകരിച്ചതുമായ ഒന്നാണെന്ന് കാഴ്ചയിൽ എനിക്ക് തോന്നി. ദ്വീപിലേക്ക് പ്രവേശിക്കുമ്പോൾ ആദ്യമായി നമ്മെ വരവേൽക്കുന്നത് ഛത്രപതി ശിവാജി മഹാരാജിന്റെ മനോഹരമായ ഒരു പ്രതിമയാണ്. പ്രതിമയോട് ചേർന്ന് സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത് രക്തസാക്ഷികളായവർക്ക് അഭിവാദ്യം അർപ്പിക്കുന്നതിനായി സ്ഥാപിച്ചിട്ടുള്ള ഒരു സ്തൂപവും സ്ഥിതി ചെയ്യുന്നുണ്ട്. ഈ ദ്വീപിൽ നിന്നും രാജ്യത്തിനു വേണ്ടി ജീവൻ ത്യജിച്ച 21 പേരുടെ പേരുകൾ അതിൽ നിരനിരയായി രേഖപ്പെടുത്തിയിരിക്കുന്നു. ഇടുങ്ങിയ റോഡുകളും നടവഴികളുമാണ് ഇവിടെയുള്ള പാതകളിലേറെയും. അധികം വലിപ്പമില്ലാത്ത നിരവധി വീടുകൾ ഈ നടപ്പാതകൾക്കിരുവശവുമായി ഒന്നിനോടൊന്നു ചേർന്ന് സ്ഥിതി ചെയ്യുന്നു. മറാത്ത യോദ്ധാവായിരുന്ന ചിമാജിയപ്പയുടെ കാലം മുതലാണ് പഞ്ചു ദ്വീപ് പ്രസിദ്ധമായി തുടങ്ങിയത്. പോർച്ചുഗീസ് ഭരണത്തിൽ നിന്നും വസായ് കോട്ടയുടെ നിയന്ത്രണം പിടിച്ചെടുക്കാൻ അദ്ദേഹവും അദ്ദേഹത്തിന്റെ ജ്യേഷ്ഠ സഹോദരനായ ബാജിറാവു പേഷ്വ ഒന്നാമനും പഞ്ചു ദ്വീപിനെ തന്ത്രപരമായി ഉപയോഗിച്ചതായി ചരിത്രരേഖകൾ പറയുന്നു. മുംബൈ നഗരത്തിന്റെ പ്രാന്തപ്രദേശത്താണ് പഞ്ചു ദ്വീപ് സ്ഥിതി ചെയ്യുന്നതെങ്കിലും 1980കളിൽ തന്നെ ഇവിടെ ശുദ്ധജല വിതരണം ആരംഭിച്ചിരുന്നു. പിന്നീട് ഏതാനും വർഷങ്ങൾക്ക് ശേഷം വൈദ്യുതി, പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾ, പ്രൈമറി സെക്കൻഡറി സ്കൂൾ സൗകര്യങ്ങൾ തുടങ്ങിയവയും ഇവിടെ ലഭ്യമായി. 1802 ബസൈൻ യുദ്ധത്തിൽ ചിമാജിയപ്പയുടെ സഹോദരനായ ബാജിറാവു പേഷ്വ പോർച്ചുഗീസുകാരിൽ നിന്നും വസായ് കോട്ടയെ വീണ്ടെടുത്തു. വസായ് കോട്ടയുടെ അവശിഷ്ടങ്ങൾ പഞ്ചു ദ്വീപിന്റെ തെക്കൻ തീരത്തു നിന്നാൽ കാണാൻ സാധിക്കുന്നതാണ്. ജനസംഖ്യ അത്രയധികമൊന്നുമില്ലാത്ത ഈ ഗ്രാമം ഏതാണ്ട് 600 ഏക്കറിലായി വ്യാപിച്ചു കിടക്കുന്നു. ഒട്ടുമിക്ക ഗ്രാമവാസികൾക്കും ഇവിടെ സ്വന്തമായി ബോട്ടുകളുണ്ട്. മണൽ വാരുന്നതിനും മത്സ്യബന്ധനത്തിനുമൊക്കെയാണ് ഈ ബോട്ടുകൾ ഈ നാട്ടുകാർ ഉപയോഗിക്കുന്നത്. ഇടവഴി പിന്നിട്ട് കഴിയുമ്പോൾ കുറെ കൂടി വിസ്തൃതമായ ഒരു പാതയിലേക്കാണ് നാം എത്തിച്ചേരുന്നത്. കുറെ കൂടി വിശാലമായ ഒരു ജനവാസ മേഖല. ഇരുവശവും പച്ചപ്പ് നിറഞ്ഞ ഈ പാതയിലൂടെ നടക്കുമ്പോൾ കേരളത്തിലെ ഒരു ഗ്രാമീണ പാതയിലൂടെ ഞാൻ നടന്നു പോകുന്നത് പോലെയാണ് എനിക്ക് തോന്നിയത്. കുറെ കൂടി മുൻപോട്ട് പോകുമ്പോൾ പാതയ്ക്കിടതുവശത്തായി ഒരു സ്കൂൾ കാണാം. പഴയ ഒരു സ്കൂൾ കെട്ടിടം. സ്കൂളിന്റെ മുറ്റത്ത് എന്തൊക്കെയോ കളികളിൽ ഏർപ്പെട്ടിരിക്കുന്ന ഏതാനും കുട്ടികൾ. സ്കൂളിന് സമീപമുള്ള പാതയോരങ്ങളിലെ ചെടികളിൽ നിന്നും പച്ചപ്പ് ഒഴിഞ്ഞു പോയിരിക്കുന്നു. എങ്കിലും വഴിയിലൊരു ശംഖുപുഷ്പം എന്നെ നോക്കി പുഞ്ചിരി തൂങ്ങി. സ്കൂൾ പിന്നിട്ട് മുന്നോട്ട് നടന്നു. ഇവിടെ അടുത്ത് ഒരു കുളമുണ്ട്. നഗരജീവിതത്തിന്റെ പോരായ്മകളായ ശബ്ദ വായു മലിനീകരണങ്ങളിൽ നിന്നകന്നതും ശുദ്ധവായു ലഭിക്കുന്നതുമായ ശാന്തമായ കുളിർമയുള്ള ഒരന്തരീക്ഷം. ഈ കുളത്തിന് സമീപം വിസ്തൃതമായ പാടശേഖരങ്ങൾ തരിശായി കിടക്കുന്നുണ്ട്. പഞ്ചു ദ്വീപിനെ ഒരു ടൂറിസ്റ്റ് സ്പോട്ടാക്കി മാറ്റുന്നതിനുള്ള നടപടികൾ സർക്കാർ ആരംഭിച്ചതായി ഇവിടെയുള്ള ചിലരിൽ നിന്നും അറിയുവാൻ സാധിച്ചു. ഇപ്പോഴുള്ള പരാധീനതകളെ മറികടന്ന് പഞ്ചു ദ്വീപ് ഒരു മികച്ച ടൂറിസ്റ്റ് സ്പോട്ടായി സമീപഭാവിയിൽ തന്നെ നവീകരിക്കപ്പെടുമെന്നും ദ്വീപിലേക്കുള്ള മറ്റൊരു യാത്രയിൽ കൂടുതൽ വിശേഷങ്ങൾ പങ്കുവയ്ക്കാമെന്നുമുള്ള പ്രത്യാശയിൽ സായാഹ്നമെത്തും മുമ്പേ ഞാൻ ഇവിടെ നിന്നും മടങ്ങുകയാണ്.